നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ദലൈലാമ പുനർജനിക്കാൻ പോവുകയാണ്. അതെ, ടിബറ്റ് ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ അവരുടെ ആത്മീയ നേതാവും ആത്മീയ ആചാര്യനൊക്കെയാണ് ഈ ദലൈലാമ എന്ന് പറയുന്നത്. അവരൊരു കാരുണ്യത്തിൻ്റെ ദൈവം എന്ന രീതിയിലും അവലോകേശ്വര അല്ലെങ്കിൽ ലോകേശ്വരയുടെ ഒരു മനുഷ്യരൂപം എന്ന രീതിയിലൊക്കെ തന്നെയാണ് ദലൈലാമയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപേ ഉള്ള ദലൈലാമയുടെ, അതായത് 13ാമത്തെ ദലൈലാമയുടെ മരണത്തിന് ശേഷം പുനർജനിച്ച വ്യക്തിയാണ് ഇപ്പോഴുള്ള 14ാമത്തെ ദലൈലാമ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമായിരിക്കും ഇനി അടുത്തൊരു ദലൈലാമ വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളൊക്കെ തന്നെയും അദ്ദേഹം ഓൾറെഡി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഇന്ത്യയിൽ നിന്നായിരിക്കാം ആ ഒരു ദലൈലാമ ഉള്ളത് എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ പുനർജനിച്ച വ്യക്തിയെ അവർ കണ്ടെത്താൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 13ാമത്തെ ദലൈലാമ മരണപ്പെട്ടതിനെ തുടർന്നിട്ട് 1933 നിലവിലുള്ള ഈ 14ാമത്തെ ദലൈലാമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെയും ഇവർ ആരംഭിക്കുന്നത്. അപ്പോൾ മുതിർന്ന സന്യാസിമാരൊക്കെ തന്നെയും ഒരു സെർച്ച് ടീമൊക്കെ ആയിട്ടാണ് പുതിയ ദലൈലാമയെ കണ്ടെത്താൻ വേണ്ടി അന്ന് തിരച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ അംദോയിലെ ടക്ട്സർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഒരു 2 വയസ്സുകാരൻ ബാലനെ ഇവർ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പം ഇവരുടെ ഒരുപാടധികം ദർശനങ്ങളുള്ള, സ്വപ്ന ദർശനങ്ങളുള്ള പല കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെയും ഈ കുഞ്ഞിൻ്റെ വ്യത്യസ്ത സവിശേഷതകളൊക്കെ തന്നെയും ചേർന്ന് വരുന്നുണ്ട്. ഇവരാ കാര്യങ്ങളൊന്നും തന്നെ ആ കുഞ്ഞിനോടോ ആ ഗ്രാമത്തിലെ ആളുകളോടോ പറയാണ്ട് തിരിച്ചു പോവുകയും 13ാമത്തെ ദലൈലാമയുടെ ചില പേഴ്സണൽ വസ്തുക്കളുമായിട്ട് അതോടൊപ്പം മറ്റു ചില വസ്തുക്കളുമായിട്ടൊക്കെ തന്നെയും ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി തിരിച്ചു വരികയാണ്. ഇതൊക്കെ തന്നെയും ഈ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചൊരവസരത്തിൽ 13ാമത്തെ ദലൈലാമയുടെ പേഴ്സണൽ വസ്തുക്കളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഈ 2 വയസ്സുകാരൻ ബാലൻ തിരഞ്ഞെടുക്കുകയും ഇതെല്ലാം എൻ്റേതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ നിലവിലുള്ള ദലൈലാമയെ, ആ പുനർജന്മത്തെ ഇവർ കൺഫേം ചെയ്യുന്നത്. ഇന്നും അവർക്ക് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ദലൈലാമയാണ്. ഇനിയാണ് അടുത്ത ദലൈലാമയെ ഇവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെയുള്ളത്, ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വരെ വഴിവെക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതിനിടയിലുണ്ട്, അതെല്ലാം എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് ഒരു ലോങ് ഫോം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യൂട്യൂബിൽ നമ്മളെ ചാനലിൽ കയറി വെക്കാം. നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.